ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? വെളുപ്പിന് 3 മണിക്ക് വരുമ്പോഴും സ്റ്റേജിൽ ഉണ്ടാവാറുണ്ട്. മറ്റാരുമല്ല, രഞ്ജനി ആരുതാ. എന്നെ വലിയ കാര്യ അത് വഴിയേ അറിഞ്ഞോളൂ. ടിനിച്ചേട്ടൻ 2 മണിക്കൂർ ഇവിടെ കാത്തിരുന്നു എന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നേരത്തെ വന്നേനെ. അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലോ. എനിക്ക് അവന്മാര് സാറിന് താങ്ങിയത് പോലെ തോന്നി. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പൊ ഇനി വേറൊരു തമാശ ആക്കണം. പക്ഷെ നമ്മൾ തമ്മിൽ 3 പേർക്കും തമ്മിലൊരു സാമ്യമുണ്ട്. എന്താ എന്താ കാര്യം? ഇപ്പൊ ദുബായിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയാലും എയറിൽ കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക്. ദുബായിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയാലും എയറിൽ കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക്. ഫ്ലൈറ്റ് വേണമെന്നില്ല. പറയണ്ട, ഞാനത് ഇവിടെ കാലിൽ ഇരുന്ന് മാറിയിരിക്കട്ടോ. ഫ്ലൈറ്റ് വേണമെന്നില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നമല്ലേ ഇപ്പൊ, നിങ്ങൾക്കൊക്കെ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഉള്ളൂ. ഞാൻ അതിൽ നിന്ന് മാറി. ഞാനിപ്പോ ഒന്ന് സ്വന്തമായി എടുത്ത് കുറച്ച് അതിൽ നിന്നൊന്ന് മാറി നിൽക്കുവാണ്. എന്താന്ന് അറിയത്തില്ല. ഞാനിത് പ്രതീക്ഷ തന്നെ വന്നത്. ആൾക്കാർ മാറിന്ന് ചേട്ടൻ പറഞ്ഞില്ലേ? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഹേറ്റേഴ്സിനെ ഫാൻസ് ആക്കി, ഹേറ്റേഴ്സിനെ ഫാൻസ് ആക്കാനും നോക്കിയിട്ടില്ല, ഫാൻസിനെ ഹേറ്റേഴ്സ് ആക്കാനും നോക്കിയിട്ടില്ല. ഞാൻ ആരാണോ ഞാൻ അങ്ങനെ നിന്നിട്ട് മാത്രമേ ഉള്ളൂ. അത് എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. പക്ഷെ ഞാനോ MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. ഞാൻ ആരാണോ ഞാൻ അങ്ങനെ നിന്നിട്ട് മാത്രമേ ഉള്ളൂ. അതിപ്പോ എയർ ആണേലും അണ്ടർഗ്രൗണ്ട് ആണേലും ഐ ഡോണ്ട് റിയലി ഗിവ് എ ജാക്ക്. I don't really care. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? I don't really care. That doesn't matter. അതാണ് സ്പിരിറ്റ്. കണ്ട ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? But I think അത് നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. അത് എൻജോയ് ചെയ്യൂ. അതെ, നമ്മള് ഫൈറ്റേഴ്സ് അല്ലേ. ഞാൻ ഇവിടെ സീനാണ് നാട്ടില്. നീ സീനാണെന്നുള്ള കാര്യം മനസ്സിലായി. നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്തോണ്ടിരിക്കും. ഓട്ടെ, നമുക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പോട്ടെ. എന്തോ എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.